ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് SSLC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു സ്റ്റഡി ടിപ്പാണ്. ടിപ്സ് ഫോർ സ്റ്റഡി ടു ഈസി ഹിന്ദി എക്സാമാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഹിന്ദി പഠിപ്പിക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് essay ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ essay ഒക്കെ നല്ലപോലെ എഴുതണമെങ്കിൽ അർത്ഥം മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡയറി, പട്കഥ, നോട്ടീസ്, അപ്രീസിയേഷൻ പോലത്തെ ക്വസ്റ്റ്യൻസ് ഹിന്ദിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് അതൊക്കെ. പിന്നെ ഓതേഴ്സിൻ്റെ നെയിമും സ്റ്റോറി ഫോമും എല്ലാ ലെസൺസിൻ്റെയും പഠിച്ചു വെച്ചിരിക്കണം നമ്മൾ. അത് ഈസി ആയിട്ട് നമുക്ക് നല്ല സ്കോർ കിട്ടാൻ, നല്ല മാർക്ക് കിട്ടാനും നല്ല സ്കോർ കിട്ടാനും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പിന്നെ നല്ലതായിട്ട് എല്ലാ ചാപ്റ്റേഴ്സ് നല്ല പ്രോപ്പർലി ആയിട്ട് പഠിക്കണം. പിന്നെ എപ്പോഴും പഠിത്തം മാത്രമേ ഉള്ളൂ എന്നല്ല, ഇടയ്ക്ക് ഫുഡ് കഴിക്കാം, സ്കിൻ കെയർ അതേപോലത്തേക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത കാര്യം തന്നെ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതുക എല്ലാ സബ്ജക്റ്റിൻ്റെയും. ഇനി ഈ ഷോർട്ട് നോട്ട് എഴുതിയില്ലെങ്കിൽ തന്നെ വേണ്ട, ഈ കഥ തന്നെ നമ്മൾ ഷോർട്ട് നോട്ടിൽ പകരം മലയാളത്തിലോട്ട് ആക്കിയാലും മതി കേട്ടോ. മലയാളത്തിലും നല്ല രീതിക്ക് നമ്മൾ പഠിച്ചാൽ നമുക്ക് essay എഴുതാൻ കുറച്ച് നല്ല ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് വേണ്ട ആ പ്രോസസ്സിനെയാണ് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. മെയിൻ പോയിൻറ്റ്സിനെയാണ് നമ്മൾ ഹിന്ദിയിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യണം. കാരണം നമ്മൾ പാഠത്തിൽ ഫുള്ള് പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചാൽ എളുപ്പമുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ആദ്യം തൊട്ടുള്ള ക്ലാസ് നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് അങ്ങ് കണ്ടുപോയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വേണമെന്നുള്ള പോർഷൻ മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടാലും മതി. പിന്നെ സ്റ്റഡി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഡയറിയുടെ ഫോർമാറ്റ്, നോട്ടീസിൻ്റെ ഫോർമാറ്റൊക്കെ നല്ല രീതിക്ക് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ലെറ്ററിൻ്റെയും അതേപോലെ തന്നെ ഫോർമാറ്റ് ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് മാത്രം എഴുതിയാലും നമുക്ക് കുറച്ച് മാർക്ക് കിട്ടുന്നതാണ്. ഡയറിയിൽ ഫോർമാറ്റ് മാത്രം എഴുതി പിന്നെ ആ പാഠത്തിൽ തന്നെ കുറച്ച് മെയിൻ സംഭവം നമ്മൾ എഴുതാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ തന്നെ ഡയറിക്ക് ഒരു പകുതി മാർക്ക് നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം. 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന്റെ ഫോർമാറ്റും പട്കഥയുടെ ഫോർമാറ്റും അതും കാണാം. ഞാൻ പട്കഥയുടെ ഫോർമാറ്റ് ഒന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓർത്തെടുക്കാൻ പറ്റും. പട്കഥയുടെ ഓരോന്നിൻ്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ കുറേ ഉണ്ട് പട്കഥ. നമുക്കത് പഠിക്കാമല്ലോ. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ക്ലാസ് കാണാം. പട്കഥ മാത്രമല്ല, നോട്ടീസ്, ലെറ്റർ അങ്ങനെ കുറേ കാണും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ ഈസിയാണ്. ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സായിരിക്കും കാണേണ്ടത്. സൈലം, എജ്യൂപോർട്ട്, എക്സാമിനേഴ്സ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ ഏതെങ്കിലും കാണാം. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ക്യാരക്ടേഴ്സ് മെയിൻ ആയിരിക്കണം. ക്യാരക്ടേഴ്സിൻ്റെ പേര്, പിന്നെ അവിടെ നടക്കുന്ന സംഭവത്തിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് essay എഴുതാൻ പറ്റുള്ളൂ. പിന്നെ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ അതിൽ കളക്ട് ചെയ്ത് അത് മാത്രമായിട്ട് പഠിക്കണം. ഷോർട്ട് നോട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ വേണ്ട, അതിൽ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ പഠിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.